ഇന്നലെ ആണെങ്കിൽ റൂം വൃത്തിയാക്കിയപ്പോ ഈ പഴയ 10ാം ക്ലാസ്സിന്റെ സെന്റ് ഓഫിന്റെ ഒരു ചെറിയൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ കിട്ടിയതിന് ശേഷം ഞാൻ ഫുള്ള് പോയത് അങ്ങനെ നൊസ്റ്റാൾജിക് ഫീലിലോട്ടാണ്. സോ വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു ടൈംസ് മണി. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏകദേശം 5 വർഷം, 5 വർഷം, 5 അല്ല 6 വർഷം, 6 വർഷം 6 വർഷം ആയത് ഇന്നലെ കഴിഞ്ഞല്ല നമുക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ 10ാം ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു രീതി നമ്മൾ ഒരുപക്ഷെ 10ാം ക്ലാസ് പഠിച്ചോണ്ടൊന്നും വെറുത്ത ഒരു സമയം. ഇപ്പൊ കോളേജ് കഴിയാറായി, എന്നിട്ടും 10ാം ക്ലാസ് മതി എന്ന് എപ്പോഴും ആലോചിക്കും. ആദ്യത്തെ കാര്യം തന്നെ ഈ സമയം പോന്ന പോക്കെന്ന് പറയുന്നത് ഒട്ടും എന്താ പ്രത്യേകിച്ച് ആ കോവിഡ് സമയത്തിന് ശേഷം. കോവിഡ് സമയത്ത് നമ്മൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കണ്, മഹാമാരി കാരണം 5 ദിവസത്തേക്ക് ഫസ്റ്റ് അടക്കിന്, പിന്നെ 5-10 ആയി, 10-20 ആയി, പിന്നെ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയി. പക്ഷെ എനിക്ക് ഇന്നത്തെ പോലെ ഓർമ്മ, നമ്മള് ഇത് ശരിക്കും ഈ കോവിഡ് തുടങ്ങി നമ്മുടെ ആ ഒരു ലാസ്റ്റ് 2 എക്സാമിന്റെ സമയത്താണ് ഈ കോവിഡ് ഒന്ന് കയറി തുടങ്ങിയത്. പക്ഷെ അന്ന് കറക്റ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആകെ പ്രശ്നങ്ങളും എല്ലാം, കോവിഡും എല്ലാം, ലോക്ക്ഡൌണും എല്ലാം വന്നത്. ഒരു 10ാം ക്ലാസ് ഭാഗ്യം കൊണ്ട് നമുക്ക് മൊത്തം കിട്ടി. അത് നല്ലൊരു ഇതായിരുന്നു. പക്ഷെ +1 +2 മൂഞ്ചി, അടപടലം മൂഞ്ചി. അത് പറയാ, എനിക്ക് ഇഷ്ടമില്ലാത്ത രണ്ട് സംഭവമാണ് +1 +2. കാരണം ഞാൻ ഓർക്കാനേ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു താല്പര്യമില്ല. കാരണം അവിടെ കുറച്ച് പയ്യന്മാരുമായിട്ടൊക്കെ പ്രശ്നങ്ങളുമായി. കാരണം അത് സോൾവ് ചെയ്യാൻ സമയമില്ല. 2 മാസമൊക്കെയാണ് കഷ്ടിച്ച് കിട്ടിയത് ക്ലാസ്. പക്ഷെ 10ാം ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഓജി തന്നെയാണ്, ഞാൻ ഇപ്പോഴും പറയാം. കാരണം വെച്ചാല് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിട്ട് ഇപ്പൊ വളരെ കുറച്ച് പേർക്കായിട്ട് നമ്മളായിട്ട് കോണ്ടാക്ട് ഉള്ളൂ. അത് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. കാരണം ബാക്കിയുള്ളവരുടെ കാര്യം നോക്കി പോകുന്നു, വേറെ ഗ്യാങ്ങിലോട്ട് പോകുന്നു, നമ്മൾ മാത്രം സ്റ്റിൽ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ അന്നുണ്ടായ ഓരോ ബന്ധങ്ങളൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ, അന്ന് നമ്മൾ വിചാരിക്കും ഇവര് നമ്മളെ എല്ലാ കാലത്തും ഉണ്ടെന്ന് വിചാരിച്ചൊരു ടീമാണ്. അത് ഓരോരുത്തർ തുഴഞ്ഞു കഴിഞ്ഞു പോയി. ലാസ്റ്റ് 1, 2, 3, 4 മാത്രമേ ഉള്ളൂ. പക്ഷെ വേറൊരു കേസ്, 10ാം ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ബന്ധങ്ങൾ ഒരു ആവശ്യത്തിന് വിളിച്ചവന്മാർ വരും, അത് എനിക്ക് ഉറപ്പാണ്. കാരണം 1, 2, ഒരു 4 പേര് 5 പേരൊക്കെ അല്ലെങ്കിൽ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഉടനെ എത്തും. വിളിച്ചാലും ഒരു ഡെയിലി ചാറ്റോ ഒന്നും ഇല്ലെങ്കിൽ അവന്മാർ വരും. അത് 100% ഗ്യാരണ്ടി ഉള്ളതാണ്. പിന്നെ ഈ സ്റ്റിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചു തന്നെ കറങ്ങിട്ട് എന്റെ കോളേജ് വന്നിട്ടുണ്ട്. എന്നിട്ട് അവരുമായിട്ട് ഇപ്പോഴും ആ ഒരു ബന്ധം നിലനിൽക്കാൻ പറ്റുന്നുണ്ട്. കാരണം അവര് വേറെ ഫ്രണ്ട്സായിട്ട് പോകും, നമ്മളെ കാര്യം നോക്കി പോകും. അതൊക്കെ ഓരോ നല്ല കാലങ്ങളായിരുന്നു. അതിപ്പോ എന്താ പറയാ, ഇനി മുമ്പോട്ട് പോവുക, അല്ലാതെ ഒരു വഴിയില്ല. നമുക്ക് നല്ല മെമ്മറീസ് ആയി അങ്ങ് നിൽക്കും. ഇപ്പൊ 5-6 വർഷം ഓൾമോസ്റ്റ് കഴിഞ്ഞു. 5-6 വർഷം ഇനി കണ്ണടച്ചു തുറക്കുമ്പോ 10 വർഷം തികയും, പിന്നെ 15. ഇങ്ങനെ അങ്ങ് നീണ്ടങ്ങ് പോകും. പക്ഷെ അത് പ്രകൃതിയുടെ നിയമമാണ്, നമുക്കെല്ലാം ചെയ്യാനില്ല. പിന്നെ ഈ ഒരു ആ ഒരു ടൈം അത് നിന്നെ ഞാൻ കണ്ട 7ാം ക്ലാസ് പഠിക്കുന്നത്. 7ാം ക്ലാസ് ഞാൻ വന്നത്, ഞാൻ 6ൽ അവിടെ. ഫസ്റ്റത്തെ 7ാമത്തെ ക്ലാസ്സിൽ എനിക്ക് നീയായിട്ട് വലിയ കമ്പനി ഇല്ല. 8ാം ക്ലാസ് കമ്പനി 8, 9, 10. പിന്നെ നമ്മൾ ആ ഒരു ഗ്യാങ് ആയിട്ട് നമ്മളങ്ങ് മാറി. എല്ലാവരും നമ്മൾ മിണ്ടും, സംസാരിക്കും. പിന്നെ അപ്പോഴത്തെ മെയിൻ പ്രശ്നം സദാചാരം. സദാചാരം എന്ന് പറഞ്ഞ അന്ന് നല്ല രീതിയിൽ നമ്മളെ സ്കൂളിലായാലും നല്ല രീതിയിൽ അത് വേറെ അവരെയും കുറ്റം പറയാൻ പറ്റൂല. നമ്മളെ ക്ലാസ്സിൽ 22 പേരുണ്ടായിരുന്നു. 22 പേരിൽ ഏകദേശം 6 കപ്പിൾസ് ഉണ്ടായിരുന്നു. 6 കപ്പിൾസ് കൂടാതെ നമ്മൾ ഒറ്റ ഡിവിഷൻ, 10ൽ ഒരു ഡിവിഷനേ ഉള്ളൂ. അപ്പോൾ ടീച്ചർമാർക്ക് വർണ്ണനും മോളനും കപ്പിൾസ് ആയിട്ട് പോകുന്നു. കുറെ മാത്രം ഇവിടെ വലിയിരുന്നു ഇങ്ങനെ. പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുള്ളതാണ്, നമ്മള് ഒരു എക്സ്ട്രാ ക്ലാസ്സിന് ഒരു ശനിയാഴ്ച വന്നപ്പം ഒരു സെൽഫി എടുത്തതിന്റെ പേരില് അന്നുണ്ടായ ഉണ്ടായി. തിങ്കളാഴ്ച വന്ന് എല്ലാരും ഓഫീസിൽ വിളിപ്പിച്ച് ആരും കുത്തിക്കൊന്ന പോലെ വിചാരണ ചെയ്തോണ്ടിരുന്നു. പ്രത്യേകിച്ച് പെമ്പിള്ളേരെല്ലാം കിടന്ന് കരച്ചിലും. എന്നുവെച്ചാ അന്ന് എന്തോ ഒരു വാക്ക് അന്നത്തെ അവിടെ ഹെഡ് മിസ്ട്രസ് ഉപയോഗിച്ചിരുന്നു, എന്തോന്ന് സൈബർ കുറ്റമാണ്. സൈബർ കുറ്റം. സ്കൂളിൽ ഫോൺ കൊണ്ട് പോകരുത്, ഫോണിൽ ഫോട്ടോ എടുക്കരുത്, സൈബർ കുറ്റം മറക്കല്ലേ. പ്രത്യേകിച്ച് നമ്മൾ പിന്നെ അന്ന് ഒരു എക്സ്ട്രാ ക്ലാസ് ആയതുകൊണ്ട് കൊണ്ട്, അല്ലെങ്കിൽ ഫോണൊന്നും നമ്മൾ നോർമലി സ്കൂൾ ബസ്സിൽ വരുന്നു, തിരിച്ചു പോകുന്നു. ചിലപ്പം എക്സ്ട്രാ ക്ലാസ് ഉണ്ടെങ്കിൽ വൈകിട്ട് നടന്നു പോകുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചോണ്ട് പോകുന്നു. അതിന് വേണ്ടിയാണ് പാരന്റ്സിനെ വിളിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. ഒരു സെൽഫി എടുത്തു. നമ്മുടെ സാധാരണ ഇങ്ങനെയൊന്നും അല്ല സെൽഫി എടുത്തു. അതില് ആ സെൽഫിയിലുള്ള എല്ലാരെയും പൊക്കി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അതിലില്ലേ, നമ്മൾ രണ്ടുപേരും അതിലില്ലേ. അത് വേറെ ഗ്യാങ്, അത് വേറൊരു സംഗതി. അതങ്ങ് പോയി, അതങ്ങനെ പോയി. പിന്നെ നോർമലി നമ്മൾ നല്ല പിള്ള ആവാൻ ശ്രമിച്ചതാണ്.
അന്ന് ലേശം ഒരു അസുഖം ഉണ്ടായിരുന്നു. നമ്മളെ ടീച്ചർമാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി എനിക്ക് അത് ഒരു ചെറിയ റിഗ്രറ്റ് എങ്കിലും ഇല്ല. എനിക്ക് നല്ല regret അല്ല, റിഗ്രറ്റ് ഉണ്ടെന്ന് ഞാൻ പറയാൻ പറ്റും. ചെറിയൊരു റിഗ്രറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ബാക്കിയുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ചുമ്മാ അങ്ങനെ നല്ല അവിടെ ആ ഒരു ടൈം അങ്ങ് പോയി. ആവശ്യമില്ല. സത്യം പറഞ്ഞാല് ഒരു പെമ്പിളടുത്ത് മിണ്ടിയ പിന്നെ സ്റ്റാഫ് റൂമിൽ ചർച്ച അങ്ങനെ അപ്പൊ നമ്മള് പെമ്പിളടുത്ത് മിണ്ടാനും പോവില്ല. അതിന്റെ ഭവിഷ്യത്ത് ഇപ്പോഴാണ് അത് നല്ല രീതിയിൽ നമ്മുടെ പേഴ്സണാലിറ്റി എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ റിക്കവറായി വരുന്നതേ ഉള്ളൂ. റിക്കവറായി ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ തന്നെ അത് അതില് ഒരു റിഗ്രറ്റ് ഉണ്ട്. കാരണം നമ്മള് ഫീമെയിൽ ഒരു ഇന്ററാക്ഷൻ നമുക്ക് കിട്ടാനില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടാ. കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഭയങ്കര പാടാണ്. അപ്പോഴേ പഠിച്ചു വന്നിരുന്നെങ്കിൽ ഇപ്പോഴേ എന്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒരു പെണ്ണ് വന്നിരുന്ന ഫസ്റ്റ് സംസാരിക്കുന്നത് എനിക്ക് നെർവസ് ആയി പോകും. റോക്കറ്റ് അങ്ങനെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പെമ്പിളേരെ നോക്കാത്ത. അതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ അറിയാമെങ്കിൽ രണ്ടാം മൂന്നാം റിലേഷൻഷിപ്പിലായി പോയത്. എന്റെ ഗാംഗിൽ ഇപ്പൊ ഒരാള് തന്നെ 1-2 പേരേ ഉള്ളൂ. ആരും അങ്ങനെയൊക്കെ പോണെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും അവര് പൂർണ്ണമായിട്ട് അതിലൊന്ന് മാറിയിട്ടില്ല ആ ഒരു പ്രശ്നം. പക്ഷെ പയ്യെ പയ്യെ റിക്കവറായി വരുന്നതേ ഉള്ളൂ. നീ കുറെ ദൂരം പോകാനുണ്ട്. കാര്യം പിന്നെ ആ ഒരു നമ്മളന്ന് ഇപ്പൊ ഞാൻ 1 മുതൽ 6 വരെ CBSE പഠിച്ചു. നീ CBSE പഠിച്ചിട്ടില്ല. പക്ഷെ CBSE പഠിച്ചതിൽ ഒരുപാട് ഗുണം അവിടെ നമ്മളെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു CBSE പഠിച്ചതും ആ ഒരു നമ്മളെ പഠിച്ച സ്കൂളിൽ പഠിച്ചതിന്റെ ഒരു ക്യാരക്ടർ ബിഹേവിയർ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ജനറേഷൻ ഇങ്ങനെ ഇരിക്കുന്നത്. സത്യം അത് ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം എല്ലാവർക്കും CBSE സ്കൂൾ എന്ന് പറഞ്ഞാൽ പുച്ഛമാണ്. പക്ഷെ അത് അങ്ങനെയല്ല. ഈവൻ നമുക്കൊരു വേർഡ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു സബ്ജക്ട് തന്നിട്ട് അതിനെപ്പറ്റി ഒരു പേജ് എസ് എഴുതാൻ പറഞ്ഞാൽ ഇപ്പോഴും എഴുതുന്നുണ്ടെങ്കിൽ അത് അവിടെ പഠിച്ചതിന് ഗുണം തന്നെയാണ്. ഗുണമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കുറച്ച് സ്ട്രിക്ട്നെസ് കൂടുതൽ ചെറിയ പ്രശ്നം. ഞാൻ പഠിച്ച സ്ഥലത്തൊക്കെ എന്താ പറയാ, ഒരു ലേശം ഓവറാണ്. അത് ഒരു പ്രശ്നമാണ്. എല്ലാം ഭയങ്കര എന്താ പറയാ, ഈ ആർമികളെയൊക്കെ ട്രെയിൻ ചെയ്യും അതുപോലെ കൊണ്ടുപോകുന്നത്. അതൊക്കെ ഒരു പിന്നെ നമ്മൾ ആ ഒരു ഇതിന്റെ ഇടയിൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു റെസ്ട്രിക്ഷൻ ഉള്ള ഏരിയയിൽ നമുക്ക് അത് ചെയ്യാൻ ഒരു കാര്യം ചെയ്യില്ലെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അതങ്ങനെ സംഗതിയുണ്ട്. പക്ഷെ അത് കുറെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലൈഫിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സ്കൂള് ജീവിതം ഞാൻ പറഞ്ഞില്ല, ആകെ ഈ +1 +2 തന്നെ മൊത്തത്തില് കൈവിട്ടു പോയത്. ബാക്കിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ പോയി. എനിക്ക് ഇപ്പോഴും സ്റ്റിൽ 10ാം ക്ലാസ്സിലെ അത് മാത്രമല്ല, എനിക്ക് ആ ഒരു പഴയ ഒരു സെന്റ് ഓഫ് കിട്ടിയ കാർഡ് അത് നല്ല രീതിയിൽ പറയാം. ഒന്ന് ലാമിനേഷൻ ചെയ്തൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കുക എന്നുള്ള ആഗ്രഹം ഞാൻ എപ്പോഴും കൊണ്ടിറക്കിയാണ്. സെറ്റ് ചെയ്തെടുക്കണം എന്നൊരു ഡ്രീം ഉണ്ട്. പിന്നെ അപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഓരോരുത്തരായിട്ടും കോണ്ടാക്ട് ഇല്ല. 10ാം ക്ലാസ്സിൽ നമ്മള് ചങ്കം തോന്നിച്ചുകൊണ്ടാണെന്നവന്മാര് മുഖത്ത് നോക്കിയാൽ ചിരിക്കോലും ഇല്ല. അത് കാണുമ്പോൾ വിഷമാവും. എല്ലാരും അല്ല, പക്ഷെ ഈവൻ ഗേൾസ് ആയിരുന്നാ പോലും. ഞാൻ ഈ ഇടയ്ക്ക് ഒരാളെ കണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കൈയെടുത്ത് കാണിച്ചപ്പോ എന്നെ മുഖത്തോലും നോക്കിയില്ല. അത് ഞാൻ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കണ്ടത്. അത്ര ആളുമ്പോൾ ഞാൻ പറ്റിയായി. നമ്മളാ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പെങ്കൊച്ച് കൈ കാണിച്ചു കഴിഞ്ഞപ്പോ ശരിക്കല്ല നമ്മളെന്ത് ഒന്നും ചെയ്യാനില്ല. കാരണം ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കമ്പനി ഉള്ള ആൾക്കാരായിരുന്നു. പിന്നെ ഇതൊക്കെ ഒരു പാഠം. ഇതൊക്കെ ഓരോ ലൈഫിലുണ്ടാവുന്ന ഓരോ കാര്യങ്ങളാണ്. പറഞ്ഞിട്ട് കാര്യം എല്ലാരും നമ്മള് വിചാരിക്കുന്ന പോലെ റിയാക്ട് ചെയ്യണമെന്നില്ല. എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. പിന്നെ ചിലര് ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നിട്ട് പെട്ടെന്ന് സഹായം ചോദിച്ചു വരും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ചെയ്ത് കൊടുക്കണം. കാരണം അവർക്കൊരു പ്രതീക്ഷയുണ്ട്, നിങ്ങൾ അവ അവിടെ ഉണ്ട്, അവൻ അവിടെ ചെയ്യുമായിരിക്കും എന്ന രീതിയിലായിരിക്കും മെസ്സേജ് അയക്കണം. ചിലർ ഈഗോ ഒരു പ്രശ്നത്തിൽ റിപ്ലൈ കൊടുക്കൂല, മെസ്സേജ് ചെയ്യൂല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരാൾ ആവശ്യം വന്നിട്ടായിരിക്കും വിളിക്കുന്നത് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യാൻ പറ്റുമോ, ചെയ്ത് തരവിടാന്ന് പറയാം. അല്ലെങ്കിൽ പറ്റൂലെങ്കിൽ അത് പറ്റൂല, നടക്കാത്ത കേസാണെന്ന് അങ്ങനെ പറഞ്ഞ് റിപ്ലൈ കൊടുക്കണം. ഓരോരുത്തന്മാര് വന്നിട്ട് അവൻ ഞാൻ അന്ന് മെസ്സേജ് അയച്ചപ്പോ റിപ്ലൈ തന്നില്ല, ഇന്ന് മെസ്സേജ് റിപ്ലൈ തന്നില്ല, ലേറ്റ് റിപ്ലൈ അയച്ചാണ് തന്നെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് അവോയ്ഡ് ചെയ്ത് വിടും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്തു കൊടുക്കും. അതത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും 10ാം ക്ലാസ് വരെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ SSLC ഒക്കെ എന്തോ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞോണ്ട് ആ ഒരു സമയത്ത് വാല്യൂ ഇല്ല.
നമ്മൾ ആ ഒരു സമയത്ത് പോകുമ്പോ അന്ന് 5 A+ന് മുകളിലോട്ടുള്ളവൻ രാജാവ്. രാജാവാണ്. പക്ഷെ 10 A+ ആണെങ്കിൽ നോക്കണ്ട, ലൈഫില് വിജയിച്ചവൻ. ഈ ജീവിതത്തിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞു. ഇപ്പൊ അവന്റെ ഇപ്പൊ മീൻ കച്ചവടത്തിന് പക്ഷെ ഉള്ള കാര്യം പറയാം, ഒരു ആ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ്സിന് SSLC ഉണ്ട്, +2ന് അഡ്മിഷൻ അല്ലാതെ ഒരു ഒരു ഉപയോഗവും ഇല്ല എന്നുള്ളതാണ് എന്റെ പച്ചയായ സത്യം. ശരിക്കും ഇപ്പൊ PSC രജിസ്റ്റർ ചെയ്യണമെങ്കിൽ SSLC പാസ്സാന്നേ ചോദിച്ചിട്ടുള്ളൂ. +2 ക്വാളിഫിക്കേഷൻ, +2 പാസ്സാന്നേ ചോദിച്ചു. ഇപ്പൊ ഡിഗ്രി ലെവൽ അങ്ങനെയല്ല, പാസ്സായെന്നേ ചോദിക്കുള്ളൂ. ശരിക്കും ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ്, ആദ്യം ഒരു ടേണിംഗ് പോയിന്റ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ വന്ന +2ല. +2ന്റെ ആ ഒരു റിസൾട്ടിന് വാല്യൂ ഉണ്ട്, ഇല്ലെന്ന് പറയും. പിന്നെ കോളേജിലായാലും ഇഷ്ടമുള്ള കോഴ്സ് എടുക്കണമെങ്കിൽ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ കോളേജ് ഡിഗ്രി അഫ്കോഴ്സ് എല്ലാ ആവശ്യം വരും, ഇപ്പൊ PSC ആയാലും എല്ലാം അപ്ലൈ ചെയ്യണമെങ്കിൽ. പക്ഷെ 10ാം ക്ലാസ് SSLC കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. അന്ന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള സബ്ജക്ട്, അതായത് സയൻസ് കൊമേഴ്സും പോയിട്ട് ഹ്യൂമാനിറ്റീസ് എടുക്കണമാര് മണ്ടന്മാർ, അതിനെങ്ങനെ മണ്ടന്മാർ, അങ്ങനെയുള്ള കാഴ്ചപ്പാടാണ്. കാരണം സയൻസും കൊമേഴ്സാണ് അതിൽ മെയിൻ ആയിട്ട്. അത് കൊമേഴ്സ് എങ്ങനെ വന്നത്, സയൻസ് പാടാന്ന് പറയുന്നതുകൊണ്ട് കൊമേഴ്സ് ചാടും. അവിടെ ചാരി അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്, നല്ല രസമാണ്. നല്ല രസമാണ്. ലാസ്റ്റ് 2 സൈഡ് 50,000 വെച്ച് കിട്ടിയില്ലെങ്കിൽ പ്രാന്താണ്, പിന്നെ കളഞ്ഞിട്ട് പോവാൻ തോന്നുന്നു. ഞാൻ പക്ഷെ എല്ലാരും പറഞ്ഞ അവസാനം സയൻസ് ആണ് എടുത്തത്. ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരമോ, എനിക്ക് ഈ ISR റിലേറ്റഡ് ഒക്കെ നല്ല താല്പര്യം ഉണ്ടെങ്കിലും സയൻസ് പക്ഷെ എടുത്തു കഴിഞ്ഞപ്പം ഭയങ്കര ടഫായിരുന്നു. അത്യാവശ്യം നല്ല ടഫായിരുന്നു. ഹാൻഡിൽ ചെയ്യാൻ നല്ല പാട് കിട്ടുക. ആദ്യമൊക്കെ എന്താ പറയാ, നമുക്ക് ഈ റെക്കോർഡുകള്, പിന്നെ മറ്റേ ഇതിങ്ങനെ ഒഴിക്കുമ്പോ വേറെ കളറ് വരണം, അത് പിന്നെ മറ്റേ ഒരു സംഗതി അരിയണം, അതൊക്കെ കറക്റ്റ്. അതൊക്കെ പെട്ട പാടിന് അന്തമില്ല. പ്രത്യേകിച്ച് നമ്മുടെ സാറൊക്കെ എന്നെ ചീത്ത പറയാത്ത വേറെ വാക്കുകൾ വേറെ ഇല്ല. മഞ്ഞ കിട്ടണമെങ്കിൽ എനിക്ക് ചുമല കിട്ടും, ചുമല കിട്ടണമെങ്കിൽ കറുപ്പ് കിട്ടും. വേറൊരു കാര്യം, +2ലാണ് ക്ലാസ് തുടങ്ങിയത്. 3-4 മാസം കിട്ടുള്ളൂ. കഷ്ടിച്ച്. അതും ആദ്യത്തെ എന്റെ അതും മരിച്ചു. ആദ്യത്തെ ഒരു 1.5 മാസം ഉച്ചവരെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഫുള്ളാക്കിയത്. ഒട്ടും കിട്ടിയിട്ടില്ല. അത് 2 സെക്ഷനായി. ഞാൻ ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പോഴ് 2 സെക്ഷനായിട്ടാണ്. അതങ്ങനെ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കും പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും ഇല്ല. ഞാൻ ഒരു പ്രൈവറ്റിലായിരുന്നു പോയത്. പക്ഷെ അവിടെ പയ്യന്മാരുമായിട്ടൊക്കെ ലേശം പ്രശ്നങ്ങൾ. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരു സമയമില്ല, മനസ്സിലായില്ലേ? 2 മാസം കൊണ്ട് കോണ്ടാക്ട് ഒന്നുമില്ലല്ലോ. കോണ്ടാക്ട് ഒട്ടുമില്ല. ഞാൻ ഇടയ്ക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഈ +2 കഴിഞ്ഞൊരു 5-6 മാസം കഴിഞ്ഞവരൊക്കെ എവിടെ എന്നൊക്കെ ഒന്നും. പക്ഷെ ആർക്കും ഒരു താല്പര്യവും ഇല്ല, റെസ്പോൺസും ഇല്ല. ഒരു മീറ്റിംഗ് വെക്കാന്ന് വിചാരിച്ചു ഇവിടെ, പക്ഷെ ആർക്കും അതിനും റെസ്പോൺസ് ഇല്ല. എല്ലാരും എവിടെയെന്ന് പോലും ഇപ്പൊ അറിഞ്ഞൂല്ല. അറിയാന്നുള്ള 1-2 നല്ല ക്ലോസ് ആയിരുന്ന 1-2 പയ്യന്മാർ, പക്ഷെ അവരൊന്നും ഒരു വിധത്തിലും കോണ്ടാക്ട് നോക്കില്ല. അങ്ങോട്ട് മെസ്സേജ് ഇട്ടാലും അത് ഇനി സപ്പോസ് കണ്ടാൽ പോലും റിപ്ലൈ ഒന്നും ഇല്ല. അവര് വലിയ എന്തോ. അതൊക്കെ ഒരു വിഷമാണ്. കാരണം നമ്മള് ചങ്കെന്നും പറഞ്ഞോണ്ട് ആ ഒരു സമയത്ത് ചങ്സ് എന്നും പറഞ്ഞ് നടക്കണമാര് പെട്ടെന്ന് ആരും അല്ലാതാവണത് മോശമായിട്ടുള്ള കാര്യം. നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ് തന്നത്. അങ്ങനെ ഒരു മെമ്മറീസ് ഒന്നും പ്രത്യേകിച്ച് ഇല്ല. പിന്നെ +2ലും 2-3 കൂട്ടുകാരന്മാരെ കിട്ടി. അവന്മാർ ഇപ്പോഴും സ്റ്റില്ലുണ്ട്. അതില് മെയിൻ ആയിട്ട് ഒരു +2ല് ഒരുത്തനെ കിട്ടിയാട്ടോ. നമ്മളന്ന് സെന്റർ ഇല്ലല്ലോ, നമുക്ക് എക്സാം ചെയ്ത സെന്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആണ് സ്കൂളിലാണ് പോയത്. അപ്പോഴവിടെ ചെന്ന് കോവിഡ് വന്ന സമയം, കോവിഡിന് മുമ്പ്. അപ്പൊ പുറത്തുനിന്നുള്ളൊരു സ്കൂളിൽ നിന്ന് അകത്ത് കയറുമ്പോൾ നോർമലി ആ സ്കൂളിലുള്ളവർക്ക് ചെറിയൊരു കുഴപ്പം കാണും, ഈഗോ കാണും. കയറി പരീക്ഷ തിരിച്ചിറങ്ങി അവനെന്തോ എന്തോ ചോദിച്ചു, എനിക്കത് ഓർമ്മയില്ല. ഞാൻ എന്തോ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ എന്തോന്ന് പൊതിയണ് അടി പൊട്ടി, അടി കിട്ടി എന്ന് പറഞ്ഞപ്പം ടീച്ചർമാരെല്ലാം കൂടെ വിളിച്ച് സ്കൂൾ ബസ്സിൽ കൊണ്ട് കയറ്റി. കുറച്ച് സ്കൂൾ ബസ് കയറി വളയണ്. എന്തിനാണ് സംഭവം വിളിച്ചിട്ടല്ലോ. എനിക്കത് ചെറിയ ഓർമ്മ ഉണ്ടെന്നാണ്. എന്തോ എന്തോന്നൊക്കെ പറഞ്ഞിട്ടാണ് വിഷയമായത്. എന്നിട്ട് പോയി. പിന്നെ ഇപ്പം അന്ന് ലാസ്റ്റ് പരീക്ഷ, പിന്നെ കോവിഡ് അവധി. പിന്നെ പരീക്ഷ ചെയ്ത് മാർക്ക് കിട്ടല്ല എഴുതിയത്. അതുകൊണ്ട് അവർ ആളെ മനസ്സിലായില്ല. അതുകൊണ്ട് അന്നത്തെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ +1 ട്യൂഷൻ പോയി. ട്യൂഷനെ ഇപ്പൊ ഒരു പയ്യനെ കിട്ടി. നമ്മളെ +1 ക്ലാസ് തുടങ്ങിയപ്പം
വാട്സപ്പ് ചാറ്റ് വഴി കമ്പനിയായി. പ്ലസ് ടുവില് ട്യൂഷൻ എടുത്ത ആളെ കിട്ടി. സംസാരിച്ച് കറങ്ങി വന്നപ്പോ എന്തോ അടിക്കാൻ വന്ന പയ്യല്ലേ, ആ പയ്യന്റെ കൂട്ടുകാരനാണ്, അവന്റെ കൂടെ ഇവനും ഉണ്ടായിരുന്നു. ഇടം കൈ ഇവൻ വന്നിട്ട് അളിയാ നീയാ അത് ഓണ ഇടയാന്ന് പറഞ്ഞ അവളെ, കാരണം ഒരു അടിയുടെ വെക്കിൽ എത്തിയമാരി ഇപ്പം കട്ട കമ്പനി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ സ്റ്റിൽ ഇപ്പോഴും നല്ലൊരു ബന്ധമുണ്ട്, ഇവിടെ ആവശ്യം വിളിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേരെ കിട്ടുള്ളൂ ഈ ഒരു, അത് എത്ര 62 ക്ലാസ്സിലെ പിള്ളേരെ ഇന്ന് 2-3 പേരെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട്, അത് തന്നെ ഉള്ളത്. ബാക്കി ആരും അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നല്ല ഫ്രണ്ട്സ് ആവും. പക്ഷെ നമ്മള് കുറെ കാലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നവര് ഒരു നിമിഷം കൊണ്ടങ്ങ് മൈൻഡ് ചെയ്യാതെ, ഒരു നിമിഷം കൊണ്ടാണ് മൈൻഡ് ചെയ്യാതാണ് സ്റ്റിൽ ഇപ്പോഴും. നമ്മളെ ഭാഗത്ത് എന്താണ് ഒരു മിസ്റ്റേക്ക് നമുക്കൊരു ചിന്തിക്കും. നമ്മളെ കൂടെ നടന്നവരുമാരിപ്പോ വല്ല കോണ്ടാക്ട് ഉണ്ട്, ഒരു കോണ്ടാക്ട് ഇല്ല. ഓരോരുത്തന്മാര് ഓരോരോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെ ലൈഫിന്റെ ഒരു പ്രോസസ്സാണ്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ. നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് പോവുക. ഇല്ലെങ്കിൽ ഒരാളോ നമ്മളെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവന്മാരെല്ലാം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഒരിക്കലും വിചാരിക്കില്ല. ഓരോരുത്തർ അവരുടെ കാര്യം വരുമ്പോൾ അവരങ്ങ് പോകും. നമ്മളാരും നോക്കും, നമ്മളാരും നമ്മളെ തന്നെ നോക്കുക. ബാക്കിയുള്ളവരൊക്കെ പലതും പറയും, പക്ഷെ നമ്മൾ നമ്മുടെ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്യുക. നല്ലൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവസാനം ഒരു കാലം വരുമ്പോ നമുക്കൊരു നമ്മളിട്ട് അലട്ടും. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടി അന്ന് അതിന് നമ്മൾ ട്രെയിൻ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ആ ഒരു പൊസിഷൻ എത്താൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടായിട്ട് ചെയ്യാതിരിക്കുമ്പോഴും പിന്നെ കുറച്ച് കാലമാകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ അങ്ങ് മെന്റലി അങ്ങ് ഡൗൺ ആയി പോകും. ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. ആ ഒരു കാലം ഇപ്പോഴും എനിക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പൊ എനിക്കൊക്കെ വേറെ ISR ഒക്കെ നല്ല താല്പര്യമുള്ള മേഖലയാണ്. പക്ഷെ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇപ്പൊ ഡീവിയേറ്റ് ചെയ്താണ് കോളേജിന്റെ കോഴ്സും ഇതൊക്കെ പറയുന്നത്. അപ്പോഴേ ഒരു ലൈഫിന്റെ പ്രോസസ്സാണ്. ഇനി അങ്ങോട്ട് തിരിച്ചു പോകാന്ന് പറയുന്ന ടാസ്ക് ആണ്, നടക്കണ കാര്യമല്ല. നടക്കും, എന്നാലും നല്ല സമയമെടുക്കും, മെനക്കേടുമാണ് എന്ന് പറയാം. എല്ലാ കാര്യത്തിലും മെനക്കേടുണ്ട്. പക്ഷെ നമുക്ക് വേറെ പല കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി. ഇപ്പൊ വീട്ടുകാരെ നോക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് നല്ല അത്യാവശ്യം ടീനേജ് കഴിഞ്ഞ് അടുത്ത് വേറെ സ്റ്റേജിലേക്ക് വേറെ ടൈമില്ല ഇതിന്റെ ഇടയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പാരന്റ്സ് ഉണ്ടായി വരുന്നു, അവരാരും നോക്കണം, എല്ലാം റെസ്പോൺസിബിലിറ്റീസ് വരും. എല്ലാം കൂടെ നമ്മളെ ഒന്ന് മെന്റലി ഡൗൺ ആക്കുള്ള സെറ്റപ്പ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമ്മള് പറയാറില്ല. മാക്സിമം നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം PSC ആണെങ്കിൽ PSC ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യം ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ചെയ്യുക. വേറെ വല്ലതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് ചെയ്യുക. ഒരിക്കലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്നും പറഞ്ഞിട്ട് ഓരോ കാര്യത്തിൽ പോകല്. പിടി വീണാല് നിങ്ങൾ മൊത്തത്തിൽ ജീവിതം തന്നെ ഇല്ലാതാവും. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. പിടി നമ്മള് ഓരോ ചോരതളപ്പിന്റെ പാടിൽ എടുത്തങ്ങ് ചാടും, പിന്നെ പിടി കുഴിയിൽ വീണാ പിന്നെ ആരും കാണൂല, പിടിക്കാത്ത നിങ്ങൾ മാത്രമേ കാണുള്ളൂ. അതാണ് പറയുന്നത്. സോ എന്തായിരുന്നാലും നിങ്ങളുടെ സ്കൂൾ ലൈഫ് എക്സ്പീരിയൻസ് എന്താണെന്ന് ജസ്റ്റ് കമ്മിയോടെ അറിയിക്കുക. എന്തായിരുന്നാലും കോളേജ് ലൈഫിനെ പറ്റി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അത് ഇതിനേക്കാളും കോമഡി ആയിരിക്കും. സോ നമ്മളിവിടെ ഈ ഒരു വീഡിയോ അതിന്റെ പേടത്തിന്റെ അടുത്തൊരു എപ്പിസോഡ് കാണാം. ഓക്കെ.